السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والتابعين لهم بإحسان إلى يوم الدين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون. ബഹുമാന്യനായ ഹുസൈൻ സലഫി, പ്രിയങ്കരനായ സലീം അഹമ്മദാനി, ഫൈസൽ മുസ്ലിയാർ, ജാബിർ കായക്കുടി, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് എന്റെ തൊട്ടു മുമ്പ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചതുർബന്ധിത പ്രഭാഷണ പരമ്പര അഥവാ ഒരു ദിവസം തന്നെ 4 പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നതുകൊണ്ട് വിശാലമായ വിഷയത്തിന്റെ മേഖലകളിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നതുകൊണ്ടും വളരെ ചുരുക്കി ചില കാര്യങ്ങൾ പ്രവാസി ജീവിതത്തിനിടയിൽ നാം എന്നെങ്കിലും അള്ളാഹു നൽകി അപാരമായ അനുഗ്രഹം അവസാനിച്ച് അവന്റെ അലംഘനീയമായ വിധിക്ക് വിധേയമായി ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ അള്ളാഹു തന്നെ ഇഷ്ടപ്പെടാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം വ്യക്തിജീവിതത്തിന്റെ വിശാലമായ ഒരു മേഖലയിൽ ലോകത്തിനാകമാനം മാതൃകയായി കാണിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നബിയെ സംബന്ധിച്ച്, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ധാരാളം കേട്ടവരാണ് നമ്മളെല്ലാം. അറിയും തോറും കൂടുതൽ കൂടുതൽ സ്നേഹവും ബഹുമാനവും ആദരവും അതോടൊപ്പം ആ പ്രവാചകനെ കുറിച്ചുള്ള ആശ്ചര്യവും അത്ഭുതവും ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനുഷ്യനാണോ, മലക്കാണോ, ജിന്നാണോ, അല്ല ഇതെല്ലാം കൂടി ചേർന്ന മറ്റൊരു അത്ഭുത പ്രതിഭാസമാണോ, അല്ല മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ പോലെ വികാരമുള്ള, വിചാരമുള്ള, ശേഷിയുള്ള, പരിമിതികളുള്ള, ക്ഷീണവും തളർച്ചയും ദാഹവും എല്ലാമുള്ള, വൈകാരികവും വിചാരപരവുമായ തലങ്ങളുള്ള ഒരു മനുഷ്യനാണോ റസൂല്? ഇങ്ങനെ പല രൂപത്തിലുള്ള ചർച്ച. ഒരു രാഷ്ട്രീയ വിപ്ലവകാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്രകാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിൽ, ഒരു മത പ്രബോധകൻ എന്ന നിലയിൽ, ഒരു നല്ല ഭർത്താവ് എന്ന നിലയിൽ, ഒരു നല്ല മകൻ എന്ന നിലയിൽ, സ്നേഹസമ്പന്നനായ പിതാമഹൻ എന്ന നിലയിൽ, രാഷ്ട്രതന്ത്രജ്ഞതയുടെ വിശാലമായ ഒരു മേഖലയെ ലോക ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുമാർ രൂപപ്പെടുത്തിയെടുത്ത ഒരു മഹാനായകൻ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലയിരുത്തുന്നവരുണ്ട്. ഇനി പ്രവാചകൻ കാണിച്ച അത്ഭുത സിദ്ധികളെ മാത്രം എടുത്ത് പെരുപ്പിച്ച് കാണിക്കുകയും ഈ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരെന്നും തങ്ങന്മാരെന്നും ബീവിമാരെന്നൊക്കെ വിളിക്കുന്നവർക്കൊക്കെ ഈ അത്ഭുതങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. നബിയിൽ സാധാരണത്വവും അസാധാരണത്വവും അത് രണ്ടുമല്ലാതെ വീക്ഷിക്കുന്ന ആളുകളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതെല്ലാം കോണുകളിലൂടെ ആളുകൾ വിലയിരുത്തിയിട്ടുണ്ടോ അതിലെല്ലാം പലപ്പോഴും അപാകത സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ അബുദാബിയിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ എല്ലാരും ചെരുപ്പ് കൂട്ടിയിട്ടതിനിടയിൽ കുറച്ച് മലയാളത്തിൽ എഴുതിയ നോട്ടീസ്. എന്താണ്? വമ്പിച്ച ബുർദ മജ്ലിസ് എന്ന്. അത് ചെരുപ്പ് വെക്കാൻ പറ്റിയെടുത്ത് വെക്കാൻ പറ്റിയ നോട്ടീസാണ്.
വമ്പിച്ച ബുർദ മജ്ലിസ് എന്നാണ്. എന്താ ഈ സാധനം? ഇത് 7-ാം നൂറ്റാണ്ടിൽ ഇമാം ബുസീരി രചിച്ചിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ്. ആരെ സംബന്ധിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്. ഖുർആനിനെതിരും പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തിനെതിരുമായ അനവധി കാര്യങ്ങൾ അതിലുണ്ട് അല്ലേ? നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുമ്പോൾ എന്നാണ് നമ്മുടെ വിഷയം. നമ്മൾ ആരിലൂടെയാണ് റസൂലിനെ അറിയേണ്ടത്? നമ്മൾ എന്തൊരു പ്രമാണത്തിലൂടെയാണ് റസൂലിനെ പഠിക്കേണ്ടത് അല്ലേ? ബർനാഡ് ഷാ നബിയെ പറ്റി പറഞ്ഞതെടുത്തിട്ടാണോ റസൂലിനെ പറയേണ്ടത്? അതൊക്കെ നമുക്ക് പ്രസംഗത്തിൽ മേമ്പടി ചേർക്കാൻ പറയാം, ഒരു കുഴപ്പമില്ല, അനുവദനീയം തന്നെ. നബിയെ പറ്റി അയാളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം അല്ലേ? അങ്ങനെ നമുക്ക് വിലയിരുത്താം. പക്ഷേ റസൂലിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെ എങ്ങനെ നമ്മൾ അറിയും? റസൂലിനെ പറ്റി പറയാൻ പാടില്ലാത്ത പറയാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ലാത്ത ചിന്തിക്കാൻ പാടില്ല. ഒരു സൂചി മുനമ്പ് കൂട്ടാനും പാടില്ല, ഒരു സൂചി മുനമ്പ് കുറക്കാനും പാടില്ല. അതെങ്ങനെ മനസ്സിലാവും? അള്ളാഹു റസൂലിനെ എങ്ങനെ പരിചയപ്പെടുത്തി അങ്ങനെ റസൂലിനെ മനസ്സിലാക്കലാണ് ആ വിഷയത്തിലുള്ള നീതി. റസൂലിനെ എങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ മനസ്സിലാക്കൽ. ഒരു ഉദാഹരണം പറയാം, വളരെ ലളിതമായ ഒരു ഉദാഹരണം, കേട്ട് തയമ്പിച്ച് മനഃപ്പാഠമായ ഒരു ഉദാഹരണം. അതിലെ ഗുണപാഠമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു. സ്വാഭാവികമാണ്, കല്യാണ വീടാകുമ്പോ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ അവിടെ നിന്ന് പാട്ട് പാടുന്നു, അനുവദിച്ചത് തന്നെ. ആ പാട്ട് പാടുന്നതിനിടയിൽ റസൂൽ അവിടെ വിരിപ്പിൽ വന്നിരുന്നു. റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് റസൂലിന് അവരൊരു വിരിപ്പ് വിരിച്ചു കൊടുത്തു. റസൂൽ അവിടെ ഇരുന്നു. അപ്പൊ റസൂല് ശ്രദ്ധിച്ചു, ഈ കുട്ടികളുടെ പാട്ട് ശ്രദ്ധിച്ചു. റസൂല് പാടിക്കൊണ്ടിരിക്കുന്നത് എന്താ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവും നബിയുടെ ഇരുത്തവും ഒക്കെ കണ്ട് ആ നബിയെ പറ്റി അവർ ഇങ്ങനെ പാടി. എന്താ? വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഈ പ്രവാചകൻ. ശരി, വിശ്വാസികളെ, മുസ്ലിങ്ങളെ, സഹോദരങ്ങളെ, യുവാക്കളെ, യുവതികളെ, ഉമ്മമാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ വരി ശരിയാണെങ്കിൽ, റസൂലുള്ള നാളെയുടെ കാര്യം അറിയുന്ന ആളാണെങ്കിൽ, അള്ളാഹുവിനെ പോലെ ഭാവി കാര്യം അറിയുന്ന ആളാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയാ? കുട്ടികളെ, ബെസ്റ്റ് ആയിട്ടുണ്ട് തന്നെ, അങ്ങനെ തന്നെ എന്ന് റസൂല് പറയും. പക്ഷെ റസൂൽ ഇത് കേട്ടു. സാധാഗതിയിൽ നമ്മളൊക്കെ തന്നെ എല്ലാരും മനസ്സിലായിക്കൊള്ളി, ഇതൊരു കല്യാണ വീടല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനിപ്പോ അതിൽ ഇടപെട്ടിട്ട് ഒരു സന്തോഷം ഒരു ദുഃഖാവസ്ഥയാക്കി മാറ്റേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചോ? ഇല്ല. കാരണം പറയുന്നത് അള്ളാഹു പഠിപ്പിച്ച ദീനിനെതിരാണ്, അള്ളാഹുവിന്റെ തൗഹീദിനെതിരാണ് അല്ലേ? റസൂലിനില്ലാത്ത ഒരു യോഗ്യതയാണ് ചാർത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ഇടപെട്ടു. എന്നിട്ട് നബി ചോദിച്ചു, എന്താ പാടിയത്, എന്താ പറഞ്ഞത്? അപ്പൊ കുട്ടികൾ പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. റസൂൽ പറഞ്ഞു, ഇനി മേലിൽ അത് പാടാൻ പാടില്ല. റസൂൽ ഇടപെടുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് എല്ലാ പ്രസ്ഥാനക്കാരോടും പറയാനുള്ളത്, നബീനെ പഠിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. ഇഖ്ബാലിന്റെ കവിതയിലൂടെ പഠിച്ചാൽ അതിൽ അപാകത ഉണ്ടാവും. ഞാൻ ഇഖ്ബാലിനെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഇഖ്ബാൽ പഠിപ്പിച്ച പോലെ നബീനെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് സ്വയം തീരുമാനിച്ച് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ആളുകളോട് അതിൽ അപാകതയുണ്ട്. ഇനി ഇഖ്ബാൽ ജനിച്ചിട്ടില്ലേ നബീനെ ലോകത്തിന് പരിചയപ്പെടുത്തണ്ടേ? ചെങ്ങാതിമാരെ പലതും പറയുമ്പോ അത് വേണ്ടിയിരുന്നോ? ചിലതൊക്കെ വേണം. നാട് നന്നാണ്ടേ, മനുഷ്യൻ നന്നാണ്ടേ? സോപ്പിട്ടാ നന്നാവോ? ബൈപ്പാസ് സർജറി എടുത്തോണ്ട് ഓനെ കൊണ്ടുവന്നിട്ട് ഓനെ തൊട്ടു കഴിഞ്ഞാൽ മതിയോ? കത്തി വെക്കണ്ടേ? കത്തി വെച്ച് കീറി മുറിക്കണം. എന്നിട്ട് എന്താണോ കേട് അത് മാറ്റണം അല്ലേ? ബ്രെയിൻ ട്യൂമറുള്ള ഒരാളെ തലങ്ങനെ തടവി കൊടുത്താൽ മതിയോ? നല്ല മുടിയാ, തിരക്കേടില്ല എന്ന് പറഞ്ഞാൽ മതിയോ? അത് കീറണം. ഈ സമുദായത്തിൽ കീറേണ്ട പല ഭാഗമുണ്ട്, കീറി മുറിക്കേണ്ട പല ഭാഗം. അപ്പൊ ശരിക്കും ആലോചിച്ചോളൂ, റസൂലുള്ള കല്യാണ വീടല്ലേ, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്ന് നബി വിചാരിച്ചില്ല. എന്ത് പാടാം, എന്ത് പാടിക്കൂടാ? റസൂൽ പറഞ്ഞു, നിങ്ങൾ ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ പറഞ്ഞോളി, അത് അനുവദിക്കപ്പെട്ടതാണ്. അതെന്താണെന്നൊരു ദുർവ്യാഖ്യാനം വേറുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല, എല്ലാരും കേട്ടതാണ് ആ ഭാഗം. പക്ഷെ ഇവിടെ നാം ആലോചിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിക്കാത്ത, നബിയുടെ ജീവിതത്തിലില്ലാത്ത ഒരു കാര്യം റസൂൽ ഈ സമുദായത്തിന് പഠിപ്പിക്കോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടാ പറഞ്ഞു, മക്കളെ അങ്ങനെ പാടരുത്. നാളെയുടെ കാര്യം അറിയുന്നവൻ പടച്ചോനാണ്, ഭാവി അറിയുന്നത് പടച്ചോനാണ്. മാത്രമല്ല റസൂല് ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ
34-ാമത്തെ വചനം ഓതിക്കൊടുത്തതിന് എന്താ? വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്കൊരാൾക്ക് പറയാൻ കഴിയില്ല. അതില് അല്ലാഹ് കഴിഞ്ഞാൽ ബാക്കി എല്ലാരും കണക്കാ. ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആളുകളും അതിൽ കണക്കാണ്. നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ എവിടെ വെച്ച് മരിക്കും അതും നിങ്ങൾക്കറിയില്ല. അത് പഠിപ്പിച്ച റസൂല്, അത് ഓതിക്കൊടുത്ത റസൂല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചങ്ങാതിമാരെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാന ഖുൽഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനാണ്. ആ ഖുർആനിൽ പറയാം നാളെയുടെ കാര്യം നിങ്ങൾക്കറിയില്ല, നാളെയുടെ കാര്യം നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എവിടെ വെച്ച് മരിക്കും അതും അറിയില്ല. അത് ഓതിത്തന്ന് ജനങ്ങൾ അതനുസരിച്ച് ജീവിക്കണം, അതിന് ഞാൻ മാതൃകയാകണം എന്ന് വിചാരിച്ച റസൂല് കുട്ടികളെ പാടിക്കോളി ഞാൻ ഭാവി അറിയുന്ന ആളാണെന്ന് പറയോ? പറയില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ മനസ്സിലാക്കി കുട്ടികൾ. അതുകൊണ്ട് കുട്ടികൾ എന്ത് പറഞ്ഞു? ദാ ഇങ്ങനെ വേണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല രൂപത്തിൽ മനസ്സിലാക്കിയ ആളുകൾ, പല രൂപത്തിൽ മനസ്സിലാക്കിയ ആളുകൾ. ഏതൊക്കെ രൂപത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുമ്പോ നബീന്റെ കാഷ്ടത്തിന്റെ മാത്രം പറയുന്നവരുണ്ട്, മൂത്രത്തിന്റെ മാത്രം പറയുന്നവരുണ്ട്, നബിയുടെ മുടിയുടെ മാത്രം പറയുന്നവരുണ്ട്, വിയർപ്പിന്റെ മാത്രം പറയും. അതൊക്കെ ഇന്ന് ലഭ്യമാണോ? ആയിരുന്നോ അല്ലേ? അത് വേറെ പഠനം. ആയിരുന്നോ അല്ലേ? ഇതിൽ ഏതൊക്കെ അനുവദനീയമാണ്, ഏതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്, വേറെ ഏതൊക്കെ പഠിക്കണം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ചങ്ങാതിമാരെ, സഹോദരിമാരെ, റസൂല് ലോകത്ത് നിങ്ങൾക്കറിയുമോ? ഇപ്പോ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പറയുന്ന സരോജിനി നായിഡു ജനാധിപത്യത്തെയും ഇസ്ലാമിനെയും സംബന്ധിച്ച് ചർച്ച ചെയ്ത കൂട്ടത്തിൽ ജനാധിപത്യത്തെ പറയുകയും ജനാധിപത്യ പ്രക്രിയ എന്ന ആ മഹത്തായ ഒരു സങ്കല്പത്തെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്ത ലോകത്തിലെ ഒരേ ഒരു ദർശനമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്, അതിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് സരോജിനി നായിഡു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്തതൊന്നും ചാർത്തി കൊടുക്കാൻ അവരൊക്കെ ഈ ചരിത്രകാരന്മാരെല്ലാം നബീന്റെ കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും പോരിച്ച പറഞ്ഞിട്ട് ഇതുകൊണ്ട് അദ്ദേഹം മഹാനായിരുന്നു എന്നല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇടപെടൽ, അദ്ദേഹം എന്ന രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം എന്ന രാജതന്ത്രജ്ഞൻ, അദ്ദേഹം എന്ന ചങ്ങാതി, അദ്ദേഹം എന്ന ജോലിക്കാരൻ, അദ്ദേഹം എന്ന ഒരു വ്യാപാരി, അദ്ദേഹം എന്ന ഒരു മതസമൂഹത്തിൽ ജീവിക്കുമ്പോ വ്യത്യസ്ത മതസമൂഹത്തോട് എന്തൊരു സമീപനം സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ, ജീവിതത്തിന്റെ നിഗലമണ്ഡലങ്ങളിൽ വിശ്വാസ, അതുപോലെ തന്നെ കർമ്മപരമായ, ആചാരപരമായ, വൈയക്തികമായ, വൈദേശികമായ, രാഷ്ട്രപരമായ, വൈയക്തികമായ, വൈവാഹികമായ, കൗടംബികമായ സകല ജീവിതത്തിന്റെ മുഴുമണ്ഡലങ്ങളെയും പ്രൗഢമായി ലോകത്തിന്റെ മുമ്പിൽ മാതൃക കാണിച്ചു കൊടുത്ത ഒരാചാര്യനെ സംബന്ധിച്ചാണ് ആ പ്രവാചകനെ അറിയുമ്പോൾ എന്ന വിഷയം നാം ഇവിടെ സംസാരിക്കുന്നത്. യേശുക്രിസ്തു എന്ന മഹാനുഭാവൻ, യേശുക്രിസ്തു എന്ന അള്ളാഹു പരിചയപ്പെടുത്തിയ പ്രവാചകൻ അല്ലേ? ആ പ്രവാചകനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് നല്ലൊരു പിതാവിനെ കാണാൻ കഴിയുമോ? യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവിനെ കാണാൻ കഴിയുമോ? യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് നല്ലൊരു പിതാമഹനെ കാണാൻ കഴിയുമോ? യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് നല്ലൊരു മരുമകനെ കാണാൻ കഴിയുമോ? സഹോദര, ഇല്ല എങ്കിൽ യേശുക്രിസ്തുവിന് അതിന്റെ പേരിൽ കുറ്റമുണ്ടോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതിന്റെ പേരിൽ കുറ്റമുണ്ടോ? ഒരു പ്രത്യേകമായ കാലയളവിൽ ഒരു പ്രത്യേകമായ സമുദായത്തോട് അള്ളാഹുവിന്റെ ദൈവികമായ വചനങ്ങളെ ഉരുവിടാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരാചാര്യൻ എന്ന നിലയിൽ ഇനി മദർ തെരേസ ഒരു നല്ല അമ്മയായിരുന്നുവോ? ഒരു നല്ല ഭാര്യയായിരുന്നുവോ? ഒരു നല്ല മരുമകളായിരുന്നുവോ? ഒരു നല്ല അമ്മയായിരുന്നുവോ? ആയിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. ജീവിതത്തിന്റെ നിഗല മേഖലകളിൽ ഒരേ സമയം ഞാനെന്ന പിതാവ്, ഞാനെന്ന മകൻ, ഞാനെന്ന സഹോദരൻ, ഞാനെന്ന ജ്യേഷ്ഠൻ, ഞാനെന്ന അനുജൻ, അല്ലേ, ഞാനെന്ന അയൽവാസി, ഞാനെന്ന ഇസ്ലാമിക പ്രബോധകൻ അല്ലാതെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ശ്രദ്ധിക്കുകയും ആ മേഖലയിൽ ജനപിന്തുണ നേടുകയും ചെയ്ത അനവധി ആചാര്യന്മാരെ കൊണ്ട് സമ്പന്നമായ ലോകഘടനയിൽ നിന്നുകൊണ്ട് ജീവിതത്തിന്റെ നിഗലമണ്ഡലങ്ങളിലും മാതൃക കാണിച്ചൊരാചാര്യനെ, നിങ്ങളൊരു ഡോക്ടറാണോ? മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങളൊരു കച്ചവടക്കാരനാണോ? സത്യസന്ധനായ വ്യക്തി എന്ന നിലയിൽ മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്.
ആൽബർട്ട് ഐൻസ്റ്റീൻ വിഖ്യാതനായ ശാസ്ത്രകാരന്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ 54-ാമത്തെ വയസ്സ്. ഓർക്കണം, ചരിത്രത്തിലെ ജർമ്മനിയിലേക്ക് കൂടുമാറി ജർമ്മനിയുടെ പാസ്പോർട്ട് സമ്പാദിച്ച് ജർമ്മനിയുടെ ആ ഒരു അംഗത്വം, അവിടുത്തെ സിറ്റിസൺ എന്ന നിലയിൽ പിന്നീട് അമേരിക്കയിൽ, അങ്ങനെ ശാസ്ത്രകാരന്മാരുടെ ഈ മഹാനായ ശാസ്ത്രകാരനെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് തട്ടി ജീവിതത്തിൽ നിരാശകൾ മാത്രം ഏറ്റുവാങ്ങി ലോകമറിയപ്പെട്ട ശാസ്ത്രകാരനായി നിൽക്കുമ്പോ 54-ാമത്തെ വയസ്സിൽ തന്റെ ഹോസ്പിറ്റലിലെ ആ ബെഡിൽ കിടന്നുകൊണ്ട് നഴ്സിനോട് പറഞ്ഞ ഒരു വാചകം അദ്ദേഹം പറഞ്ഞു അത്രേ. ഞാനെന്ന ശാസ്ത്രകാരൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രകാരൻ, അദ്ദേഹം പറയാണ്, എന്റെ ദാമ്പത്യം പരാജയമായിരുന്നു, എന്റെ ഭാര്യമാരോടുള്ള പെരുമാറ്റം പരാജയമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ യൗവനമെങ്ങാനും എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ, നോക്കൂ, എന്റെ യൗവനമെങ്ങാനും എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ ഞാനൊരു പ്ലംബറായി, ഒരു ഫുട്പാത്ത് കച്ചവടക്കാരനായി മാറുമായിരുന്നു ഞാൻ. അല്ലേ? ദുഃഖമാണ്. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ, അദ്ദേഹത്തിന്റെ ആത്മകഥകളിൽ അദ്ദേഹത്തിന് സംഭവിച്ച അപാകതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാർൽ മാർക്സ്, എംഗൽസ് ഇല്ലായിരുന്നുവെങ്കിൽ ജീവിച്ചിരിക്കാൻ അർഹത ഉണ്ടാകുമായിരുന്നില്ലാത്തൊരു മനുഷ്യൻ മകന്റെ ദുഃഖത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി എങ്ങനെ ക്ഷമിക്കണമെന്നറിയാതെ പോയ, ലോകത്തിന് മാതൃക കാണിക്കാൻ കഴിയാതെ പോയ ഒരാള്. റസൂലിനെ പോലെ അല്ലേ നമ്മൾ പല്ല് തേക്കുന്നത് ആരെ പിന്തുടർന്നുകൊണ്ടാണ്? റസൂലിനെ പിന്തുടർന്നുകൊണ്ടാണ്. നമ്മൾ ചെരുപ്പ് ധരിക്കുന്നത് ആരെ പിന്തുടർന്നുകൊണ്ടാണ്? റസൂലിനെ പിന്തുടർന്നുകൊണ്ടാണ്. നമ്മളൊരു ഷർട്ട് ധരിക്കുന്നത് ആരെ പിന്തുടർന്നുകൊണ്ടാണ്? റസൂലിനെ പിന്തുടർന്നുകൊണ്ടാണ്. നമ്മൾ ബാത്റൂമിൽ കയറുന്നത് ആരെ പിന്തുടർന്നുകൊണ്ടാണ്? റസൂലിനെ പിന്തുടർന്നുകൊണ്ടാണ്. നമ്മളൊരു വാഹനത്തിൽ കയറുന്നത് ആരുടെ സുന്നത്തനുസരിച്ചാണ്? റസൂലിന്റെ സുന്നത്തനുസരിച്ചാണ്. നാം ഭാര്യയുമായി നമ്മുടെ ദാമ്പത്യം പങ്കിടുന്നത് ആര് പഠിപ്പിച്ച പോലെയാണ്? റസൂല് പഠിപ്പിച്ച പോലെയാണ്. നാം ഭാര്യയെ ചുംബിക്കുന്നത് ആരുടെ ആഹ്വാനമനുസരിച്ചാണ്? റസൂലിന്റെ ആഹ്വാനമനുസരിച്ചാണ്. നാം ഭാര്യയോട് പഞ്ചഹാര വാക്ക് പറയുന്നത് ആരുടെ വചനമനുസരിച്ചാണ്? റസൂലിന്റെ വചനമനുസരിച്ചാണ്. റസൂല് പറഞ്ഞ ചെയ്യരുതേ എന്ന് പറഞ്ഞ രൂപത്തിൽ ഭാര്യയെ സമീപിക്കാതിരിക്കുന്നത് റസൂല് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ നിഗലമണ്ഡലങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാർൽ മാർക്സിനെ പിന്തുടരുന്നുണ്ടോ? ഒരു ഗാന്ധിയൻ ഗാന്ധിജിയെ പിന്തുടരുന്നുണ്ടോ? ഇല്ലല്ലേ, ഇല്ലല്ലേ. അല്ലെ, എന്താ അവിടെ? എല്ലാവർക്കും മാതൃകയാകാൻ ഇങ്ങനെ ഒരാള്, ഇങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ ഒരു മഹാനുഭാവൻ അല്ലേ? ആ നബി ആരാ? ലോകത്തിന്റെ മുഴുവനും നബി, ലോകരുടെ മുഴുവനും നബി. ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞു, മുസൽമാന്റെ നബി മാത്രമല്ല ഈ നബി, ബാലന്റെ നബിയാണ്, ജോസഫിന്റെ നബിയാണ്. ആ ഭാഗം മാത്രം ക്ലിപ്പിംഗ് ഇട്ട് പേരോട് കാണിച്ചു. കണ്ടോ, ബാലന്റെ നബിയാ മുഹമ്മദ് നബി എന്നാ പറയണേ. ഇവന് നബീനോട് ബഹുമാനമുണ്ടോ? എങ്ങനെയുണ്ട്? ലോകത്ത് ജോർജ് ഡബ്ല്യു ബുഷിന്റെ നബിയാണ് ഈ നബി. ആർക്കാ അതല്ലാന്ന് അഭിപ്രായം? ഈ മാതിരി അറിവില്ലാത്തവർക്ക്. അല്ലേ? റസൂല് ലോകരുടെ മുഴുവനും നബിയൻ. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ഒരു വീട്ടിലേക്ക് കയറി ചെന്ന്, ബാല, ഞാൻ നിന്റെ നബിയെ പരിചയപ്പെടുത്താമെന്ന. ആരാ ഈ നബി? ആരാ ഈ പ്രവാചകൻ? ആരാണ് ഈ നബി? അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സൂക്തം. ഏത്? പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ 34-ാം അധ്യായം, എല്ലാവർക്കും സുപരിചിതം, 28-ാമത്തെ വചനം. വമാ അർസൽനാക, താങ്കൾ നാം അയച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൽ ലിന്നാസി, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മാതൃകയായി കൊണ്ടല്ലാതെ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി. ബഷീറൻ വനദീറാ, അങ്ങ് ബഷീറാണ്, നദീറാണ്. സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത. ലേ, നന്മ ചെയ്താൽ, തൗഹീദ് അനുസരിച്ചാൽ, നാഥനെ ഉൾക്കൊണ്ടാൽ, നാഥന്റെ കൽപ്പനയ്ക്ക് വിധേയമായാൽ, നിന്റെ സമ്പത്തിനെ ശുദ്ധീകരിച്ചാൽ, നിന്റെ വാക്കിനെ ശുദ്ധീകരിച്ചാൽ, നിന്റെ നോട്ടത്തെ ശുദ്ധീകരിച്ചാൽ, നിന്റെ കർമ്മധർമ്മങ്ങളെ സൂക്ഷിച്ചാൽ, ആപാദ ചൂടം നിന്റെ ജീവിതത്തെ നീ ശ്രദ്ധിച്ചാൽ, ദഖലൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. അർളുഹാ കഅർളി സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം എന്ന സന്തോഷ വാർത്ത. ഞാനെന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാനെന്തിനാ എന്റെ മക്കളെ നോക്കുന്നത്? ഞാനെന്തിനാ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത്? ഒറ്റ മറുപടിയേ ഉള്ളൂ, നിനക്ക് സ്വർഗം കിട്ടാൻ. ഞാനെന്തിനാ തൊഴിലാളികളുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? നിനക്ക് സ്വർഗം കിട്ടാൻ. ഞാനെന്തിനാ ഉമ്മയെ സംരക്ഷിക്കുന്നത്? നിനക്ക് സ്വർഗം കിട്ടാൻ. ഞാനെന്തിനാ എന്റെ മോൾക്ക് വേണ്ടി ഉറക്കൊഴിയുന്നത്? നിനക്ക് സ്വർഗം കിട്ടാൻ. ഞാനെന്തിനാ ഹലാല് മാത്രം ചെയ്യുന്നത്? നിനക്ക് സ്വർഗം കിട്ടാൻ. ഞാൻ എന്തുകൊണ്ട് മദ്യം ഒഴിവാക്കുന്നു? ആരോഗ്യം സംരക്ഷിക്കാനെന്നല്ല മറുപടി, എനിക്ക്
എനിക്ക് സ്വർഗം കിട്ടാൻ ഞാൻ എന്തിനാ നോമ്പ് നോൽക്കുന്നത്? എനിക്ക് ആരോഗ്യമുണ്ടാകാനെന്നല്ല, എനിക്ക് സ്വർഗം കിട്ടാൻ അല്ലേ? ഇങ്ങനെ പിന്നെയോ നരകമുണ്ട്. ഖുർആനിലെ 91 അധ്യായം 14-ാമത്തെ വചനമാണ്. നരകം അങ്ങനെയല്ല, അത് ഭയാനകരമായ തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാലയാണ്. സൂറത്ത് മആരിജ് 70-ാം അധ്യായം 15-16 സൂക്തങ്ങളാണ്. 19-ാം അധ്യായമാണ്, 71-ാമത്തെ വചനമാണ്. നിങ്ങളെല്ലാവരും നരകത്തിന്റെ വക്കിൽ വരും. ആ നരകം ഭയാനകരമാണ്. വസീകല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ. സൂറത്ത് സുമറിന്റെ അവസാന ഭാഗം ഈ നരകത്തെ കുറിച്ച് താക്കീത് നൽകാൻ. പിന്നെയോ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ അധിക പേരും അതറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ലോകരുടെ നബിയാണ് ഈ നബി എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കുമ്പോ ഈ നബിയെ നമ്മുടേതായി മാത്രമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയുമോ എന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിലുണ്ടായ 2 സംഭവങ്ങൾ. ഒന്ന് കുമാരനാശാൻ റസൂലിനെ വിമർശിച്ചു, റസൂലിന്റെ സമുദായത്തെ വിമർശിച്ചു. ഈ കുമാരനാശാനെ മഹാനായ വക്കം മൗലവി എവിടെ വിളിച്ചുകൂട്ടിയത്? തിരുവനന്തപുരത്ത് അന്നുണ്ടായിരുന്ന മുസ്ലിം ഹോസ്റ്റൽ. തിരുവനന്തപുരം ചരിത്രം അറിയാവുന്നവർക്കറിയാം, വളരെ മുമ്പാണ്. അന്ന് ഈ കുമാരനാശാനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ആശാനെ അങ്ങയെ പോലെ പക്വതയുള്ള ഒരാള് ഈ നാനാ ജാതി മതസ്ഥർ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ കുഴപ്പക്കാരനാവരുത്, അങ്ങ് സൂക്ഷിക്കണം, അങ്ങ് നബിയെ പറ്റി പഠിക്കണം. അതിനുശേഷം കുമാരനാശാൻ നബിയെ പറ്റി പഠിച്ചു, മുസ്ലിങ്ങളെ വാഴ്ത്തിയേരി. വെള്ളത്തോളം നാരായണമേനോൻ മുസ്ലിങ്ങളെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും യുദ്ധക്കൊതിയനെന്ന് വിളിച്ച് അദ്ദേഹം പ്രസംഗിച്ചു ഒരു സദസ്സിൽ. മഹാനായ വക്കം മൗലവി വെള്ളത്തോളം നാരായണമേനോനെ ക്ഷണിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അങ്ങ് വിവരക്കേട് വിളമ്പരുത്. അതിനുശേഷമാണ് അല്ലാഹു എന്ന കവിത വെള്ളത്തോളം നാരായണമേനോൻ എഴുതിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏത് കാലഘട്ടത്തിലും ഏത് വിധേനയുള്ള അഭിപ്രായങ്ങളെയും സ്വീകരിക്കുകയും തിരസ്കരിക്കേണ്ടത് തിരസ്കരിക്കുകയും അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുകയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഖുർആനിന്റെ സുന്നത്തിന്റെ സലഫുസ് സാലിഹുകളുടെ ചരിത്രത്തിന്റെ അവർ നബിയെ എങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ ഒരിഞ്ചും കുറയാതെ ഒരിഞ്ചും കൂട്ടാതെ ബഹുമാന്യരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആ നബിയെ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നർത്ഥം. മഗ്‌രിബിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ പിരിയുകയാണ്. സർവാദിനാഥനും സർവജ്ഞനും സർവലോക പരിപാലകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും ഒത്തുചേരാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും. സഹോദരന്മാരെ, സഹോദരികളെ, മഗ്‌രിബ് നമസ്കാരത്തിന്റെ മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്കെല്ലാമുള്ള പ്രവാചകനാണ് എന്ന വസ്തുതയാണ് ഞാൻ ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സലഫി പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ഇന്നലെ അബുദാബി സെന്ററിൽ ഞാൻ ചെന്ന സമയം മുതൽ ഒരു ചെറുപ്പക്കാരൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ എന്നെ കുറേ സമയം നോക്കി. ക്ലാസ് കഴിയുന്നത് വരെ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അയാൾ എന്റെ അടുത്ത് വന്നു. അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പൊ അയാൾ പറയുന്നത്, ഞാൻ അബുദാബിയിൽ ജീവിച്ച കാലത്ത് ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ, അടുത്ത സമയം വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സമൂഹത്തെ നന്നാക്കുന്ന കേസറ്റ് ഞാനൊരിക്കൽ എന്റെ അനുജൻ സലഫി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ കേസറ്റുകൾ കേൾക്കാറുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ അങ്ങയുടെ ഒരു പ്രഭാഷണത്തിന്റെ ശകലത്തിലൂടെ ഞാൻ ഒരല്പം എന്റെ ചങ്ങാതിമാരുടെ കൂടെ വെള്ളിയാഴ്ച മദ്യപിക്കാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഞാൻ കേൾക്കാനിടയായി. അതെന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന ഈ വിഷയത്തിലും നാം ഈ പ്രസംഗം കേൾക്കുന്നതിന്റെ മുമ്പ് എന്താണോ ആ
നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് റസൂലിനെ അറിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനാകമാനമുള്ള പ്രവാചകനായി അള്ളാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ മറ്റൊരു സൂക്തമാണ് സാന്ദർഭേണ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കുന്നത്. ഖുൽ, പറയുക നബിയേ, യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീആ, ഞാൻ ലോകർക്കാകമാനമുള്ള മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ്. 633 കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഭൂമണ്ഡലം, ഈ ഭൂതലം, ആ ഭൂമിയിൽ ജീവിക്കുന്ന പാശ്ചാത്യരും പൗരസ്ത്യരും അറബികളും അനറബികളും എല്ലാമായിട്ടുള്ള ആദമിന്റെ മക്കളുണ്ടല്ലോ, ആ ആദമിന്റെ മക്കൾക്ക് ആകമാനമുള്ള നബിയാണ് പ്രിയപ്പെട്ടവരെ നാം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുന്ന ഈ നബി. അത് ഉൾക്കൊള്ളേണ്ടത് നാമാണ്. ഗ്രാമാന്തരങ്ങളിൽ, പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള ബഹുമത സമൂഹം ജീവിക്കുന്ന ഒരു രാജ്യഗാത്രത്തിൽ തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, അറുപിന്തിരിപ്പനായ ആശയങ്ങളുടെ, മനുഷ്യന്റെ സ്വൈരജീവിതം കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ സഹോദരന്മാരെ, തീർച്ചയായും പ്രവാചക ജീവിതത്തിന്റെ മൗലിക വശങ്ങളെ കുറിച്ചുള്ള ചർച്ച എന്തുകൊണ്ടും മഹോന്നതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടും എനിക്ക് സഹോദരിമാരോട്, ഈ റസൂലിനെ പറ്റി പഠിക്കുമ്പോൾ സ്ത്രീകൾ നബിയെ പറ്റി പഠിക്കണം. റസൂല് ലോകത്തിന്റെ പ്രവാചകനാണ്. ഒരു സുബൈ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സഹാബത്തിന് നേരെ തിരിഞ്ഞിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് പാഠം ഉൾക്കൊള്ളാനാണ്, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനാണ്. റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ നാദാ നോക്കൂ, ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, ശിക്ഷയും വിചാരണയും കൂടാതെ സ്വർഗത്തിൽ പോകണം അല്ലേ? ആ സ്വർഗത്തിലെത്താനുള്ള വഴി എന്താ? അല്ലാഹ് പറയണം, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടണോ? എന്റെ ഇഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ചോദ്യം വളരെ വ്യക്തമാണ് ഖുർആനിൽ. അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഈ ഇരിക്കുന്ന മുജാഹിദുകളെ, പ്രവർത്തകരെ, ഈ ദുബായിയുടെ, UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവാം. ഷാർജയുടെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ, ഇതിന്റെ ഉള്ളിൽ ജീവിക്കുന്നവർ ഉണ്ടാവാം. നമ്മളെല്ലാം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നുണ്ടോ? പടച്ചോന്റെ വജ് ആഗ്രഹിക്കുന്നുണ്ടോ? അതല്ല, എല്ലാരെയും കാണാം. ഷാർജ ഓഡിറ്റോറിയത്തിൽ ഈ പരിപാടിക്ക് വന്നാൽ എല്ലാരെയും ഒന്ന് കാണാം, ഒന്ന് ലോകം പുതുക്കാം, അല്ലെങ്കിൽ 10 റുപ്യനോട് വായ്പ ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചാണെങ്കിൽ സഹോദരാ, അതിനപ്പുറത്ത് നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാനാണെങ്കിൽ അല്ലാഹ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നബിയെ അവരോട് പ്രഖ്യാപിക്കണം. ഖുൽ, നബിയെ പറയണേ, നബിയെ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണം. ആരെ പിന്തുടരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണം. അങ്ങനെ പിന്തുടർന്നാലോ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. നോക്കൂ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള മാനദണ്ഡം എന്താ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടരുക എന്നുള്ളതാണ്. അല്ലേ? എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കി, റസൂലിനെ സ്നേഹിച്ചിട്ടുണ്ടോന്ന്? നരിയാണിന്റെ താഴെ അവനവൻ ധരിച്ച ഡ്രസ്സ് പോയിട്ടുണ്ടോന്ന്? എന്റെ നബി, എന്റെ റസൂല് നരിയാണിയുടെ മേലെ, മുട്ടിന്റെ താഴെ, അല്ലേ? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ള കണങ്കാലിന്റെ മേലെ, മധ്യത്തിൽ എന്നാണ്, നരിയാണിയുടെയും അതുപോലെ തന്നെ തന്റെ കാൽമുട്ടിന്റെയും മധ്യത്തിൽ. ഇനിയോ അതിന്റെ ഏറ്റവും അവസാനമാണ് നരിയാണിയുടെ മേലെ. അത് ആദ്യത്തിലല്ല, ഏറ്റവും അവസാനം. അതിൽ നിന്ന് പിന്നെ ഒരിക്കലും താകാൻ പാടില്ല. കാൽമുട്ടിന്റെയും നരിയാണിയുടെയും മധ്യത്തിൽ എന്ന് പറയുമ്പോ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാ, നമുക്ക് എന്താ തോന്നുക? അല്ലേ? ഇത് എന്റെ റസൂലിന്റെ സുന്നത്താണ്, ഇത് എന്റെ റസൂലിന്റെ ചര്യയാണ്, ഞാൻ ആ നബിയെ സ്നേഹിക്കുന്നു, അല്ലേ? എന്നിട്ടോ അല്ലാഹ് പറയാ, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപം പുറത്തു തരും. എങ്ങനെയായാൽ? നിങ്ങളുടെ റസൂലിനെ അനുധാവനം ചെയ്താൽ, നിങ്ങൾ നബിയെ പിന്തുടർന്നാൽ. അല്ലേ? ഖുർആനിലെ 3-ാം അധ്യായമല്ലേ, കേട്ടതല്ലേ? സൂറത്ത് ആൽ ഇംറാനിൽ ഉള്ളതല്ലേ? 31-ാമത്തെ വചനമല്ലേ? അതിന്റെ തൊട്ട് താഴെ 32-ൽ അല്ലാഹ് പറഞ്ഞു, ഇനി ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാലോ? എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫൈൻ തവല്ലൗ, ഇനി ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു കാഫിറുകളെ ഇഷ്ടപ്പെടൂല. അപ്പൊ റസൂലിന്റെ സുന്നത്ത് കണ്ടിട്ട് സ്വീകരിക്കാത്തവനെ അല്ലാഹ് എന്താ പറഞ്ഞത്? ഓൻ കാഫിറിന്റെ പട്ടികയിൽപ്പെട്ടവനാണ്. ചിന്തിക്ക്. അല്ലാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് സ്വീകരിക്കാതെ, കേൾക്കാതെ തിരിഞ്ഞു കളഞ്ഞാൽ കാഫിറുകൾ അല്ലാഹ് ഇഷ്ടപ്പെടില്ല. നമ്മൾ ആ കൂട്ടത്തിൽ വിട്ടിട്ടുണ്ടോ സഹോദരി? അല്ലേ?
ഞാൻ പല ആളുകളെയും ഇങ്ങോട്ട് കയറി വരുന്നവരെ കണ്ടു, പർദ്ദ ധരിച്ചിട്ടുണ്ട് ഉണ്ട്, പക്ഷെ അത് ഓപ്പൺ ആണ്. അടിയിൽ ധരിച്ചിരിക്കുന്ന ചുരിദാർ കാണിക്കാനല്ല. അല്ല, അള്ളാഹുവിനെ പേടിക്കുന്നവർ, മത്സരയെ പേടിക്കുന്നവർ, ഈ അധുനാധുനമായ ലോകത്തിന്റെ പളവളപ്പ് കണ്ട് കണ്ണഞ്ചിപ്പോയവർ. എന്താ അങ്ങനെയൊക്കെ ആയാൽ? അവർക്ക് അങ്ങനെയാവാം, ആ രാജ്യക്കാർക്ക് അങ്ങനെയാവാം. എനിക്കെന്താ അങ്ങനെയായാൽ? നിനക്കായിക്കൂടാ. നീ അള്ളാഹുവിന്റെ അടിമയാണ്, നീ റസൂലിന്റെ അനുയായിയാണ്, റസൂല് മാതൃക കാണിച്ച ഉമ്മത്തിലെ അംഗമാണ്. നിനക്കങ്ങനെ ചെയ്യാൻ വകുപ്പില്ല. റസൂലുള്ള പറഞ്ഞു, സത്യവിശ്വാസിക്ക് ഈ ദുനിയാവ് ഒരു ജയില് പോലെ. കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, അറിയാൻ പാടില്ല, അത് നോക്കാൻ പാടില്ല. കണ്ണ് താത്തി പോകേണ്ടടുത്ത് കണ്ണ് താത്തണം. കണ്ണ് താത്തി പോകേണ്ടടുത്ത് കണ്ണ് താത്തണം. കാതുകൾ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കാൻ പാടില്ല. കാരണം എന്താ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഖുർആനിലെ 17-ാം അധ്യായം 36-ാമത്തെ വചനം. എന്താ ഇതിനർത്ഥം? ആർക്കാ അതറിയാത്തത്? നിങ്ങൾക്കറിവില്ലാത്ത നിങ്ങൾ പിന്തുടരരുത്. കാരണം എന്താ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്ത, അതൊക്കെ വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ടൊരു മുസ്ലിമിനെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പോലെ, നബി മര്യാദ പഠിപ്പിച്ചുവെങ്കിൽ അതുപോലെ എല്ലാ രംഗത്തും അങ്ങനെ. ഇതാണ് ഖുർആൻ നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുമ്പോൾ എന്നതിന്റെ രണ്ടാമത്തെ ഭാഗം എന്താ? നബിയുടെ മുഖ്യമായ ഡ്യൂട്ടി എന്താ? നബിയെ അള്ളാഹു എന്തിനാ തെരഞ്ഞെടുത്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിനാ തെരഞ്ഞെടുത്തത്? വെറുതെ ഇങ്ങനെ വന്നിട്ട് പോകാനാ? അല്ല. വെറുതെ ഇങ്ങനെ ഖുർആനായത്ത് ഓതി കൊടുക്കാനാ? അല്ല. എന്നിട്ട് വീട്ടു പോയിട്ടിരിക്കാനാ? ഒരു പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി നിർവഹിക്കാനാ? അല്ല. പിന്നെയോ ജനങ്ങൾക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കാൻ. അള്ളാന്റെ ഖുർആനിൽ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കറിയാം 33-ാം അധ്യായം 45, 49, 45, 46 വചനങ്ങൾ അല്ലേ? സൂറത്ത് അഹ്സാബിലെ ഈ വചനം ഉദ്ധരിക്കുമ്പോൾ, യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയേ, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഒന്നാമതായി പറയുന്നത് തീർച്ചയായും അങ്ങ് ലോകത്തിന് മാതൃകയാണ്, സാക്ഷിയാണ്, നബി മാതൃകയാണ്. നബി എന്തൊന്നിലേക്ക് ക്ഷണിച്ചുവോ നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, നബി അത് ചെയ്യാറുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നബി അത് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ മാതൃകയാണ്. പിന്നെയോ അങ്ങ് സിറാജാണ്, അങ്ങ് മുനീറാണ്, പ്രകാശഗോപുരമാണ്. പിന്നെ ബഷീറാണ്, നദീറാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിലേക്ക് അവന്റെ അനുമതി പ്രകാരം, തോന്നിയ പോലെയല്ല, കാലഘട്ടത്തിനനുസരിച്ച് അവനവന്റെ ബുദ്ധിയിൽ തോന്നുന്ന പോലെയല്ല. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിന്റെ അനുമതിയോടെ, അല്ലാഹു നിശ്ചയിച്ച റൂട്ടിലൂടെ, അല്ലാഹു നിർവഹിച്ച അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത മെറ്റീരിയലുകൾ ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പ്രബോധനം ചെയ്യണം, എന്തിൽ നിന്ന് തുടങ്ങണം, ആരെ ക്ഷണിക്കണം, എങ്ങനെ ക്ഷണിക്കണം, എന്തു പറഞ്ഞുകൊണ്ട് ക്ഷണിക്കണം, ഏതിന് മുൻഗണന നൽകണം എന്നല്ലാഹു ജിബ്രീൽ മുഖാന്തരം വഹി നൽകിയോ അതിനെ തെറ്റിക്കാത്ത റസൂല്, അതിനെ മാറ്റിവെക്കാത്ത റസൂല്, അതിനെ ഒരിഞ്ച് കൂട്ടാത്ത റസൂല്, അതിനൊരിഞ്ച് കുറക്കാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരാ, ഈ വിധത്തിൽ നബിയെ ഉൾക്കൊള്ളാൻ അല്ലേ, ഇതാണ് നബിയുടെ ഉത്തരവാദിത്തം. മറ്റൊരു സ്ഥലത്ത് നബിയുടെ ഡ്യൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞത്, അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഞാൻ മഗ്‌രിബിന്റെ മുമ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ആദ്യം വന്നോലെ അവിടൊക്കെ ഫുള്ളായിട്ട് നിന്നെ ആളുകൾ ഇങ്ങനെ നടന്നു പോവുക, പിന്നെ ഓലെ നോക്കുക. ചെങ്ങായിമാരെ, നമ്മുടെ ഏകാഗ്രത ഒരാളിങ്ങനെ, നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യന്മാരെ? ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് എന്തിനാ പറഞ്ഞെന്നറിയോ? ഒരു വാക്ക്, സത്യത്തിൽ ഓരോ വാചകവും അളന്ന് മുറിച്ചിട്ട് നെഞ്ചുവേദന വരും അറബ് നാട്ട് പ്രസംഗിക്കുമ്പോ. എനിക്ക് സത്യം ആ കാലഘട്ടത്തിൽ പരിശോധിച്ച പ്രഷർ കൂടുതലാണ്. അതിന് കാരണം എന്തറിയോ? എന്ത് പറയണം, എന്ത് പറയരുത് ആ അളന്ന് നോക്കിയിട്ടുണ്ടല്ലോ, അത് പിടിച്ചേക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു അങ്ങനെ ഉണ്ടാകുന്ന സമയത്തുണ്ട് മനുഷ്യനൊരു ഡിപ്രഷൻ. ഞാൻ പറയുന്നത് എന്താ, ആദ്യം പറഞ്ഞ എന്തിനാ അവിടെ പോയി ഇരിക്കണം എന്ന് പറഞ്ഞ, ഈ നടന്നു പോകുമ്പോ എല്ലാരും ഇങ്ങനെ
അതുണ്ടാവരുത്. ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം, ഈ വിഷയം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? ഇപ്പൊ പലപ്പോഴും നമ്മൾ റോൾ മോഡലായിട്ട് മാതൃകയായിട്ട് പലരെയും സ്വീകരിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ നാവിൽ ദിക്റിൽ നിന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ, സച്ചിൻ ടെണ്ടുൽക്കർ, സച്ചിൻ ടെണ്ടുൽക്കർ. ഓരോട് ദിക്റെല്ലാം പറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചില്ല. ഗൗരവ് ഗാംഗുലി, ഗാംഗുലി, ആരാവരൊക്കെ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാവരൊക്കെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതം മുഴുവൻ അത് ഒഴിഞ്ഞു വെച്ചിരിക്കുക. അള്ളാഹുവിനെ ഓർക്കേണ്ട സമയം, അള്ളാഹുവിനെ വാഴ്ത്തേണ്ട സമയം, അള്ളാഹുവിന്റെ ദീന് പഠിക്കേണ്ട സമയം, മണിക്കൂറുകൾ അതിന്റെ മുമ്പിൽ ചെലവഴിക്കുക. എന്നിട്ട് ഓലെ മാതൃകയാക്കുക. ഒരു ധരിച്ച ടീഷർട്ട് ധരിക്കുക, ഒരു കെട്ടിയ പോലെ കയ്യിൽ കെട്ടുക, ഒരു കെട്ടിയ ചരട് കെട്ടുക, അല്ലേ? നല്ലൊരു മാതൃക ലോകത്ത് നബി കാണിച്ചിട്ട് ആ റസൂലിനെ അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തുബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും പേര് പറയപ്പെട്ട ഒരു പ്രവാചകൻ, നിരക്ഷരനായ ഒരു പ്രവാചകൻ. എന്താ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. അതേ, സദാചാരം കൽപ്പിക്കുന്നു അദ്ദേഹം. എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്ത്? ജീവിതവും വാക്കും പ്രവൃത്തിയും കർമ്മധർമ്മങ്ങളും എല്ലാവർക്കും മാതൃകയാകണം. അതിന് റസൂലിനെ പിന്തുടരണം, റസൂലിനെ പിൻപറ്റണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, അല്ലേ? ആ റസൂല് എന്തൊരു കാര്യം പറഞ്ഞുവോ, എന്തൊരു സംഗതി ജനങ്ങളോട് കൽപ്പിച്ചുവോ, ആ കാര്യത്തിൽ റസൂൽ അവർക്ക് മാതൃകയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ റസൂൽ പറയുന്നത് എല്ലാ നല്ല കാര്യങ്ങളും കൽപ്പിച്ചു, എല്ലാ നല്ല കാര്യങ്ങളും കൽപ്പിച്ചു എന്ന് പറയുമ്പോ നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന അത്രയും, അല്ലേ? വർജിക്കാൻ പറഞ്ഞതൊക്കെ വർജിക്കണം, എടുക്കാൻ പറഞ്ഞതോ എല്ലാം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ള ഒരു ഹദീസിലെ റസൂൽ പറഞ്ഞു, സഹാബത്തെ കുൻതു നഹൈതുക്കും അൻ ശൈഇൻ ഫജ്തനിബു വഇദാ അമർതുക്കും ബി അംരിൻ, ഞാൻ നിങ്ങൾക്ക് വല്ലതും വിരോധിച്ചാൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാലോ മസ്തത്തും, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി, അല്ലേ? എല്ലാ സുന്നത്തുകളും എടുക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. സുന്നത്തുകളെ വിമർശിക്കാൻ പാടില്ല. നമുക്ക് കഴിയാത്തൊരു സുന്നത്ത് വേറൊരാൾ എടുക്കുമ്പോ അത് വിമർശിക്കാൻ പാടില്ല. അള്ളാഹു അദ്ദേഹത്തിന് പുണ്യം കൊടുക്കട്ടെ, എന്റെ മനസ്സത് സ്വീകരിക്കാൻ പാകപ്പെടട്ടെ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ഒറ്റ വിദഗ്ധം ചെയ്യാൻ പാടില്ല. സുന്നത്ത് എല്ലാ സുന്നത്തുകളും ഒരാൾക്ക് എടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. എല്ലാ സുന്നത്തിനുള്ള സന്ദർഭം ഉണ്ടായിക്കൊള്ളുന്നില്ല, സാഹചര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. രണ്ടാം വിവാഹം സുന്നത്താ, റസൂല് മാതൃകയാ. ഒരാൾക്ക് ഒന്നിന് തന്നെ പോറ്റാൻ മര്യാദയില്ല. പിന്നല്ലേ രണ്ടാമത്തേനെ കുറിച്ച് ചിന്തിക്കുന്നത്? അവൻ രണ്ടാമത്തെ കെട്ടാത്തോണ്ട് അവന്റെ മേലെ കുതിര കയറണ്ടാന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ എല്ലാ സുന്നത്തും എല്ലാവർക്കും എടുക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ അള്ളാഹു വരെ ശിക്ഷിക്കില്ല. പക്ഷെ എല്ലാ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് ഒഴിവാക്കണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, അല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തു. പിന്നെയോ വയുഹില്ലു ലഹുമുത് തയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ, എല്ലാ നല്ല കാര്യങ്ങളും അനുവദിച്ചു, എല്ലാ ചീത്ത കാര്യങ്ങളും നിരോധിച്ചു. പാനീയങ്ങളാവട്ടെ, ഭക്ഷണമാവട്ടെ, ജീവിത രീതിയാവട്ടെ, എന്തുമാവട്ടെ, എല്ലാം നല്ലതും, അല്ലേ? റസൂൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ? അള്ളാഹു പ്രത്യക്ഷമായും പരോക്ഷമായതുമായ, അല്ലേ, നീച പ്രവർത്തനങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നിരോധിച്ചു. അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. കുൽ തആലൂ അത്ലൂ, വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായത്തിൽ കാണാം അള്ളാഹു പറയാണ് 151-ാമത്തെ വചനത്തിൽ, നബിയെ അവരെ ക്ഷണിക്കണം. അല്ലാഹ് എന്തൊക്കെ അവർക്ക് ഹറാമാക്കി, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ, കുട്ടികളെ കൊല്ലരുത്, അല്ലേ, കുട്ടികളെ ജീവനോടെ കൊല്ലരുത്, ഇതെല്ലാം പഠിപ്പിച്ചു റസൂല്. റസൂലിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും നാം ഒന്ന് പരിശോധിക്കുമ്പോൾ അതാണ് അനാവരണം ചെയ്യുക. അങ്ങനെ റസൂല് പഠിപ്പിച്ചു. പിന്നെയോ വയല്ലാഹു അൻഹും ഇസ്റഹും വല്ലഅലാലല്ലതി കാനത് അലൈഹി, അവരുടെ മേലുണ്ടായിരുന്ന ഭാരങ്ങളെ ആ പ്രവാചകൻ ഇറക്കി വെച്ചു. നൂറ്റാണ്ടുകളായി, അല്ലേ, വർഷങ്ങളായി പൗരോഹിത്യം അവരുടെ നേരെ അടിച്ചേൽപ്പിച്ച ചങ്ങലക്കെട്ടുകളെ പ്രവാചകൻ ഇറക്കി വെച്ചു. അവർക്ക് സ്വാന്തനത്തിന്റെ, സമാധാനത്തിന്റെ, അതുപോലെ അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീക്കും ഇബ്രാഹീമ ഹുവ സമ്മാകുൽ മുസ്ലിമീൻ, അവർക്ക് മതം ഒരു ഭാരമല്ലാത്ത അവസ്ഥയിൽ ഖുർആനിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥം 22-ാം അധ്യായം 78-ാമത്തെ വചനമാണ്. ഇസ്ലാം അത് ലാളിത്യമാണ്, അതെല്ലാവർക്കും പ്രയോഗവൽക്കരിക്കാൻ പറ്റിയതാണ്. ആ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇത് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫ് 157 അല്ലാഹു പറയുന്നതാണ്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, നബിയെ പഠിക്കുമ്പോൾ നമ്മൾ അറിയണം. പല ആളുകളും ചോദിക്കാറുണ്ട്, നമുക്ക് തബ്ലീഗായാലും സുന്നിയായാലും ജമാഅത്തായാലും NDF ആയാലും ഒക്കെ സ്വർഗമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്.
നമ്മുടെ മാതൃകയാരാ? നമ്മുടെ മാതൃകയാരാ? ആർക്കും, ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും നമ്മുടെ മാതൃകയാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിയാണ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ മാതൃക നമ്മൾ സ്വീകരിക്കുക ഏത് രംഗത്തും. നോക്കൂ, ചില ആളുകൾക്കൊക്കെ, ഞാൻ വളരെ എല്ലാവർക്കും മനസ്സിലാകണം എന്നുള്ള ആൾക്കാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ചില ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ആ തെറ്റ് ഞാൻ എന്തിനാ എതിർക്കുന്നത്, ഞാൻ എന്തിനാ ആ തെറ്റ് എതിർക്കുന്നത്, എനിക്ക് എന്താ അതുകൊണ്ടുള്ള ഒരു ആവശ്യം, എന്റെയും എന്റെ സുഹൃത്തിന്റെയും നല്ലൊരു സൗഹൃദം ഞാൻ എന്തിനു ഇല്ലാതാക്കണം എന്നാ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ, എന്നാ നമ്മൾ വിചാരിക്കുന്നത്. എന്നാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ നബി ഒരു സ്ഥലത്ത് എന്നിട്ട് ഒരു തിന്മ കണ്ടിട്ട്, അല്ലെങ്കിൽ റസൂൽ ഒരു കൂട്ടുകാരൻ ഒരു തിന്മ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇപ്പൊ അവനോട് പറയില്ല, പിന്നെ ആകാം, അല്ലെങ്കിൽ നാളെ പറയാം, അടുത്ത വെള്ളിയാഴ്ചത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാം എന്ന് നബി വിചാരിച്ച ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? നബി അറിയുമ്പോൾ എന്ന വിഷയത്തിൽ ഞാൻ ഏറ്റവും മർമ്മമായി അവതരിപ്പിക്കാൻ വിചാരിച്ച ഒരു പോയിന്റ് ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ഒരു ദുഃഖാർത്ഥമായ അവസ്ഥയിൽ ഒരു മരണ വീട്, നബിയുടെ മരണ വീട്, നബിയുടെ മോൻ ഇബ്രാഹിം. ആ ഇബ്രാഹിമിനെ പറ്റി പറയുമ്പോൾ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിമിനെ പറ്റി പറയുമ്പോ അസർ നമസ്കാരം കഴിഞ്ഞ് ഒരു കുന്നിൻ ചെരുവിലേക്ക് നബി ഇങ്ങനെ കയറിപ്പോകും. ഒരു കുന്നിന്റെ മുകളിലേക്ക് റസൂൽ കയറിപ്പോകും. ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറിപ്പോകുന്നത് പലപ്പോഴും സഹാബികൾ കണ്ടു. ആരാ ഇത്? അവിടെ ആരാ ഉള്ളത്? തന്റെ മോൻ ഇബ്രാഹിം. അവനെ മുല കൊടുക്കാൻ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചിരുന്നു. റസൂൽ ചെല്ലും, പൊന്നുമോനെ വാരിയെടുക്കും, മകന്റെ കവിൾത്തടകളിൽ തുരുതുരാ ചുംബിക്കും. എന്നിട്ട് ആ റസൂൽ ഇറങ്ങിപ്പോരും. എന്തൊരു പിതൃത്വമായിരുന്നു അല്ലേ അത്, എന്തൊരു സ്നേഹമായിരുന്നു അല്ലേ അത്, എന്തൊരു ലാളനയായിരുന്നു അല്ലേ അത്. ആ മകനെ വാരിയെടുത്ത് നിറഞ്ഞ കണ്ണുകളോടെ ഇറങ്ങിപ്പോന്ന റസൂല് ആ ഇബ്രാഹിമിനെ താങ്ങിയെടുത്തു. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ മരിക്കാലോ, നമ്മുടെ മക്കൾ മരിക്കാലോ. നമുക്കൊരു നോക്കൂ, 10 കൊല്ലത്തിന് ശേഷം ഒരു സ്ത്രീ ഗർഭം ധരിച്ചു. ഇക്കഴിഞ്ഞ മിംസിൽ ഞാൻ എന്റെ ഭാര്യയുമായി ഇതേ കാര്യവുമായി ബന്ധപ്പെട്ടുന്നപ്പോ ഒരു സ്ത്രീ 2 കുട്ടികൾക്ക് ജന്മം നൽകി. ഒരു പ്രസവത്തിൽ 2 കുട്ടികളും മരിച്ചുപോയി. ആലോചിച്ചു നോക്കൂ, 10 കൊല്ലം കുട്ടികളില്ലാത്ത ഒരു സ്ത്രീക്ക് 10ാമത്തെ കൊല്ലം അള്ളാഹു 2 കുട്ടികളെ നൽകി. ആ ജനിച്ച ഉടനെ തന്നെ മരിച്ചു. ആ 2 കുഞ്ഞുങ്ങളെ താങ്ങിപ്പിടിച്ച് ആ സ്ത്രീ അലമുറയിട്ട് കരഞ്ഞു. ഹോസ്പിറ്റലിന്റെ ഓരോ വരാന്തകൾ ആ സ്ത്രീയുടെ കരച്ചിൽ കൊണ്ട് മുഴങ്ങി. സഹോദരി, സഹോദര, നമ്മുടെ ജീവിതത്തിൽ അത് വന്നുകൂടെ? അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയല്ലേ? തന്റെ മകനെ കയ്യിൽ വാരിയെടുത്തു. കണ്ണുകളിൽ നിന്ന് താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. കാരുണ്യത്തിന്റെ ഹൃദയം അല്ലേ, അലിവിന്റെ ഹൃദയം, ആർദ്രതയുടെ ഹൃദയം. പൊന്നുമോനെ ഇബ്രാഹിം, നിന്റെ മരണം എനിക്ക് അഗാധമായ ദുഃഖമുണ്ടാക്കുന്നുണ്ട് മോനെ എന്ന് റസൂൽ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ആ മകനെ വാരിയെടുത്തു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇല്ല മോനെ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തിയും ഈ നബിക്ക് ചെയ്തുകൂടാ, ഈ നബി ചെയ്യില്ല മോനെ. ഈ സന്ദർഭത്തിലാണ് പരിസരത്ത് ആളുകളുടെ ചില സംസാരം, അടക്കി പിടിച്ച സംസാരം. എന്താ സംസാരം? നോക്കൂ, നോക്കൂ സഹോദര, സഹോദര, നീ ഉൾക്കൊണ്ട പ്രസ്ഥാനമേതോ ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദര. ഈ റസൂല് അടക്കി പിടിച്ചൊരു വർത്തമാനം ഇങ്ങനെ പലരും പറയുന്നത് കേട്ടു. എന്താ? നബിയുടെ മകൻ മരിച്ചത് കൊണ്ട് അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി, സൂര്യഗ്രഹണം ഉണ്ടായി. ബൈ ചാൻസ്, യാദൃച്ഛികമായ ഒരു സൂര്യഗ്രഹണം ഇതുണ്ടായപ്പോ സഹാബികളിൽ അത്രയൊന്നും വിശ്വാസമുറച്ചിട്ടില്ലാത്ത പലരും ഉണ്ടായിരുന്നില്ലേ ആ കൂട്ടത്തില്? അവർ പറഞ്ഞു, നബീന്റെ മോനെ മരിച്ചിട്ടാണ്. നമ്മളാണെങ്കിലോ വീണത് വിദ്യയാക്കും നമ്മള്, നമ്മുടെ സമുദായം അതാണ് അല്ലേ? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഒരു 2.5 മാസം മുമ്പ് ഒരു സ്ഥലത്ത് തൗഹീദ് പ്രസംഗിക്കുന്നതിനിടയിൽ നമ്മുടെ ഒരു പ്രബോധകന്റെ ഒരു പ്രസംഗം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റിയുള്ള പരാമർശം വന്നപ്പോ ശക്തമായി മഴ പെയ്തു. ആ പരിപാടി ക്യാൻസലാക്കി. അന്ന് സുന്നികൾ പറഞ്ഞു, കണ്ടോ മൊയ്തീൻ ഷെയ്ഖിനോട് കളിച്ച അങ്ങനെയായിരിക്കും. അപ്പോ ഓലർത്ഥത്തിൽ മഴ പെയ്യിപ്പിച്ചാരാ? മൊയ്തീൻ ഷെയ്ഖ്. ആ യാദർശികതയെ മൊയ്തീൻ ഷെയ്ഖുമായി ബന്ധപ്പെടുത്തി പറഞ്ഞൊരു കൗമ്. ഇവിടെയാണ് നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചെന്ന് സൂര്യഗ്രഹണം ഉണ്ടായി. എന്നിട്ട് നബി എന്താ പറഞ്ഞത്? കണ്ടോ എന്റെ മോനാ, ഞാനൊക്കെ തങ്ങളാ, എന്നെ കണ്ടുപിടിച്ചോളിടോ എന്നല്ല, എന്നല്ല, അങ്ങനെയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകന്റെ ഈ മയ്യത്തിന്റെ സന്ദർഭത്തിൽ തന്നെ, ഈ മരണവേളയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് തന്നെ തിരിച്ചു, ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാണ് അല്ലേ? 2 ദൃഷ്ടാന്തങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മരണമോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജന്മമോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. നോക്കൂ, മനുഷ്യ സമൂഹത്തിൽ രൂപപ്പെട്ടു വരാവുന്ന ഒരു അന്ധവിശ്വാസത്തെ അവിടെ വെച്ച് തന്നെ മുളയിലെ നുള്ളിക്കളഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു രീതി അല്ലേ, സംശയം ജനിപ്പിക്കുന്ന ഒന്നും
സംശയം ജനിപ്പിക്കുന്ന ഒന്നും ജനങ്ങളുടെ ഭാഗത്ത് നോക്കൂ. ഒരു സലഫിയായ ഒരാള് നബിദിനത്തിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക, ഒരു സാഹചര്യം ഒരുക്കുക അല്ലെ. കേരള നദുവത്തുൽ മുജാഹിദിന്റെ പേരിൽ സിറാജ് പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട്. എന്താ? ബഹുമാന്യനായ ഹുസൈൻ മടവൂർ നബിദിനത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുന്ന ഒരു ചിത്രത്തോടെ. കേരള നദുവത്തുൽ മുജാഹിദീൻ ഇന്നോളം നിലനിർത്തിയിട്ടുള്ള നബിദിനത്തെ സംബന്ധിച്ച് നമ്മൾ നിലനിർത്തിയിട്ടുള്ള നമ്മുടെ വിശ്വാസം അത് ബിദ്അത്താണ്. നബിയും സഹാബത്തും ചെയ്യാത്ത വിശ്വാസമാണ്. അത് നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളോട് നമ്മൾ സഹകരിക്കുക എന്നത് പാവപ്പെട്ട ജനങ്ങളെ മുഴുവനും ഇത് തരക്കേടില്ലാത്തതാണ്. മുജാഹിദുകൾ മുമ്പ് എതിർത്തിരുന്നുവെങ്കിലും ഇപ്പൊ അവർ അനുകൂലിക്കുന്നു. അതുകൊണ്ട് സുന്നി പണ്ഡിതന്മാർ പറയുന്നതാണ് ഈ വിഷയത്തിൽ ശരി എന്നൊരു സാധാരണക്കാരന് തോന്നുകയും അവൻ ആ ബിദ്അത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാരെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇതുമായി ബന്ധമില്ല. ഇത്തരം പിരിഞ്ഞുപോയ ആളുകൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുമായി, അത് സലഫി വസ്തായിരുന്നാലും എന്ത് ആയിരുന്നാലും, അത് നമ്മുടെ നിലപാടുമായി അതിന് ബന്ധമില്ല. നമ്മുടെ നിലപാട് കണിശമായ നിലപാടുകളാണ്. ഈ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചുവോ അത് അതേ അളവിൽ. നബി ഒരു തെറ്റ് കണ്ടിട്ട് മൗനം ദീക്ഷിക്കുക അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളിൽ ഹസൻ റളിയല്ലാഹു അൻഹു അല്ലേ ഒരു കാരക്കച്ചോള പൊതുമുതലിൽ നിന്ന് വായിലെടുത്തിട്ട് അവർ, മോനെ നമുക്ക് പാടില്ല കുട്ടി, സക്കാത്തിന്റെ മുതൽ നമുക്ക് തിന്നാൻ പാടില്ല മോനെ, തുപ്പിക്കള. നോക്കൂ, റസൂൽ ഇടപെടുകയാണ്. അതേ മകനെ തന്നെയാണ് നബി ഷോൾഡറിലെടുത്ത് ആന കളിച്ചത്. നബി അത്ര മഹാനായിരുന്നു അല്ലേ. നബി അറിയും തോറും നമുക്ക് ആ പ്രവാചകനെ എങ്ങനെ നമ്മളതായിട്ടുണ്ടോ. എന്റെ നബിയെ അല്ലേ മക്കളെ പുറത്തെടുത്തു വെച്ച് സുജൂദിൽ കിടക്കുമ്പോ എന്റെ നബി ഇതെനിക്ക് പഠിപ്പിച്ചെന്ന സുന്നത്താണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ റസൂലിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലേ, ആ നബി വിശ്വാസികളെ സംബന്ധിച്ച് റസൂലിനെ സംബന്ധിച്ചൊക്കെ പഠിക്കുമ്പോ നമ്മളൊന്ന് മനസ്സിലാക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഹു ബൈനഹും വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫത്ഹിലെ 29ാമത്തെ വചനമാണ് സഹോദര. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. പിന്നെയോ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളും അശിദ്ദാഉ അലൽ കുഫാർ, അശിദ്ദാഉ അലൽ കുഫാർ, കുഫാറുകളോട് കാഫിറുകളോട് ശിദ്ദത്തുള്ളവരാണ്, കഠിനമായ നിലപാടുള്ളവരാണ്. പിന്നെയോ റുഹമാഹു ബൈനഹും, റുഹമാഹു ബൈനഹും, അവർക്കിടയിൽ കാരുണ്യത്തോടുകൂടി പെരുമാറുന്നവരും. ഞാനിത് പറയുമ്പോൾ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു സഹോദര. നാമും ഈ നാട്ടിൽ സംഘടനയായി നേതാക്കന്മാരും അനുയായികളും ഒക്കെയുള്ള സമൂഹമായി നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഒരാദർശത്തിൽ വിശ്വസിക്കുകയും ഒരാശയത്തിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോ നമുക്കിടയിൽ റുഹമാഹു ബൈനഹും, സ്നേഹത്തിന്റെ സഹോദര, ഒരാൾ കയറി വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കൈകൊടുത്ത് ആ സ്ഥാനത്തിൽ പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ച് പാപമോചനമുണ്ടെന്ന് പഠിപ്പിച്ച് ആദ്യം ആരാണോ വലിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രം വിട്ടുകൊടുത്തിരുന്ന മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ സന്തോഷത്തോടെ മുഖപ്രസന്നതയോടെ തന്റെ സെന്ററിലേക്ക് കയറി വരുന്ന, സലഫി സെന്ററിലേക്ക് കയറി വരുന്ന ഒരു സഹോദരന്റെ നാടും ദേശവും വർഗവും ഭാഷയും രീതിയും നോക്കാതെ എന്തിനാ നിങ്ങൾ വന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നം, പറയൂ, എന്താണ് നിങ്ങൾക്കുള്ളത്, എന്താ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത്? സഹോദര, മുഹമ്മദ് നബി അതായിരുന്നു. റുഹമാഹു ബൈനഹും. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ബിലാൽ റസൂലിന്റെ വഫാത്തിന് ശേഷം ബാങ്ക് കൊടുത്തിറങ്ങി നമ്മൾ വിശദീകരിക്കാറുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പൂർത്തീകരിക്കാൻ കഴിയാതെ വിതിമ്പിപ്പൊട്ടിയ ഹൃദയവുമായി അബോധാവസ്ഥയിലേക്ക് വീണ ബിലാലിന്റെ മനസ്സിൽ ആ നബിയുടെ ചിത്രമുണ്ടായിരുന്നു. ആ നബിയെ കുറിച്ചുള്ള സ്നേഹ ബഹുമാനങ്ങൾ ഉണ്ടായിരുന്നു. ആ റസൂലിന്റെ വിയോഗം താങ്ങാനാവാതെ ഏതൊരു നബിയുടെ ശിരസും ഛേദിച്ച് എന്തൊരു പാരിതോഷികം നേടാനാണോ ആ സമൂഹത്തിൽ ഊരിപ്പിടിച്ച വാളുമായി ഉമർ വന്നത്, ആ ഉമറിനെ പിടിച്ചു നിർത്തിയ സ്നേഹത്തിന്റെ ആ മകുടോദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി മരിച്ചു എന്ന് കേട്ടപ്പോ വികാരഭരിതനായി ബോധം പോലും നഷ്ടപ്പെട്ടു പോകും
താറുമാറ് വൈകാരികമായി പ്രതികരിച്ച ഉമറിനെ സൃഷ്ടിച്ച ഈ നബി ആരാണ്? സഹോദര വെള്ളത്തോൾ നാരായണ മേനോൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അല്ലാഹു ആ കവിതയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്, ആ കവിത എഴുതാൻ ഒരു പശ്ചാത്തലമുണ്ട്. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കവേ തന്റെ വാള് മരത്തിന്റെ മുകളിൽ തൂക്കിയിട്ടു അത്രേ. ആ റസൂലുള്ളാഹിനെ ഉറങ്ങിക്കിടക്കുമ്പോ കൊല്ലാൻ വേണ്ടി ഒരു മനുഷ്യൻ വാളെടുത്ത് കുത്തിയിട്ട് ചോദിച്ചു, നിന്നെ ആരാ നിന്നെ രക്ഷിക്കുക? അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി റസൂല് പറഞ്ഞു, അല്ലാഹു എന്ന് പറഞ്ഞു. അല്ലേ? ആ മറുപടി കേട്ട് വാള് താഴെ വീണ മനുഷ്യനെ തിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്നെ ആരാ രക്ഷിക്കുക മുഹമ്മദേ? നീ എന്നെ വിട്ടേക്കണേ. ആ മനുഷ്യന് മാപ്പ് കൊടുത്ത ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് കരുണാവാൻ നോക്കൂ, അല്ലാഹു എന്ന കവിത എഴുതി വെള്ളത്തോൾ നാരായണ മേനോൻ. ഇന്നത്തെ ഒരു NDF-കാരന്റെ, ഒരു ലീഗുകാരന്റെ, ഒരു മുജാഹിദിന്റെ, ഒരു സുന്നിയുടെ, ഒരു ജമാഅത്തുകാരന്റെ പെരുമാറ്റം കൊണ്ട് ONV കുറിപ്പ് അല്ലാഹു എന്ന് പറഞ്ഞൊരു കവിത എഴുതോ, അല്ല നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഇബ്ലീസ് എന്ന് പറഞ്ഞ കവിത എഴുതോ, എന്തായിരിക്കും ഈ നൂറ്റാണ്ടിൽ ഉണ്ടാവുക? ആലോചിച്ചു നോക്കിയേ, ചിന്തിച്ചു നോക്കിയേ. ആ റസൂലിന്റെ മാതൃക അതായിരുന്നു. ലേ, എന്റെ പുണ്യത്തിന് കാരണക്കാരിയായ ആ യഹൂദ പെൺകുട്ടി എവിടെയെന്ന് ചപ്പു ചവറുകൾ കമഴ്ത്തിയ പെൺകുട്ടിയെ ഒരു ദിവസം കാണാതിരുന്നപ്പോൾ ചോദിച്ച നബി ശല്യമായി എന്നല്ല, എന്റെ പുണ്യത്തിന് കാരണക്കാരി. അവരെന്നെ കല്ലെറിയുമ്പോൾ, അവരെന്നെ കൂക്ക് വിളിക്കുമ്പോൾ, അവരെന്നെ ബഹിഷ്കരിക്കുമ്പോൾ, ഇനിയോ നമ്മുടെ ഒരു നേതാവിനെ പോലീസുകാർ വന്ന് കൂട്ടിക്കൊണ്ടേ. എന്താ പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീഴുവോ? ഇന്ത്യ രാജ്യത്തൊരു ജുഡീഷ്യറി, ഒരു നിയമമുണ്ട്. ആ നിയമപാലകന്മാർ ഒരാളെ വന്ന് കൂട്ടിക്കൊണ്ടുക. ഉമർ മൗലവിനെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു മുമ്പ്. ചേകന്നൂർ മൗലവി മരിച്ച ഉടനെ ഉമർ മൗലവിയെ കൂട്ടിക്കൊണ്ടുപോയി. ഉമർ മൗലവിയെ കൂട്ടിക്കൊണ്ടുപോയപ്പോ എന്തേ മുജാഹിദുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വാഹനങ്ങളുമായി നിറഞ്ഞല്ലാതിരുന്നത്? ഞങ്ങൾക്ക് വിവരമുള്ളത് കൊണ്ട് എന്നാ നിങ്ങളോട് പറയാൻ. ഞങ്ങൾക്ക് വിവേകമുള്ളത് കൊണ്ട് ഒരു നേതാവിനെ നബിയെ ഗരാവോ ചെയ്തിരുന്നു ഒരു യഹൂദൻ. അറിയുമോ നിങ്ങൾക്ക്? കടബാധ്യത കാരണത്താൽ റസൂലിനെ ഒരാള് ബന്ധിപ്പിച്ചു വെച്ചു. എന്നിട്ട് സഹാബത്ത് കോപാകുലമായപ്പോ നബി പറഞ്ഞ അടങ്ങണം, അയാളുടെ ഡ്യൂട്ടി, അയാളുടെ ബാധ്യതയാണ്, അയാൾക്ക് അവകാശമുണ്ട്, എന്നെ പിടിച്ചു വെക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരാൾ വന്നിട്ട് മൂത്രമൊഴിച്ചില്ലേ? റസൂൽ എന്താ പറഞ്ഞത് സഹാബത്തിനോട്? സഹാബത്തിന് കോപമുണ്ടായി. നബി പറഞ്ഞു അടങ്ങി നിൽക്കണം, മൂത്രം മുറിച്ചു കളയരുത് എന്ന് പറഞ്ഞു. അയാൾ മൂത്രമൊഴിക്കട്ടെ എന്ന് പറഞ്ഞു. മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ റസൂൽ അയാളെ വിളിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ ശരിയാണോ? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ ഒരു ഏർപ്പാട് ശരിയാണോ? അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു ആരാധനാലയം. എന്നിട്ട് നബി പറഞ്ഞു സഹാബികളോട്, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് കഴുകിക്കള. ഇന്നാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു മുസ്ലിം മൂത്രമൊഴിച്ചാൽ പിന്നെ അക്കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനും മൂത്രമൊഴിക്കാൻ സമാനം ഉണ്ടാവില്ല. അതാണ് ഇന്നത്തെ വൈകാരികത എന്ന് പറയുന്നത്. ഇനി യാസറിന് പിടിച്ചുണ്ടേ, അല്ലെങ്കിൽ നേതാക്കന്മാരെ പിടിച്ചുണ്ടേ. മാന്യതയുടെ വാക്ക്. കോടതി ഇവിടെ എന്തിനാ? ജുഡീഷ്യറി ഇവിടെ എന്തിനാ? ഒരു നേതാവിനെ പിടിച്ചുണ്ടേ രണ്ട് പോലീസുകാര്. പോലീസ് സ്റ്റേഷനിൽ പിറ്റേന്ന് വന്നില്ല എങ്കിൽ ന്യായമായ മാർഗങ്ങളുണ്ട്. ന്യായമായ എന്തൊക്കെ ന്യായീകരിച്ചാലും വൈകാരികത ഒരിക്കലും ഈ രംഗത്ത്, ഈ നിലക്ക് സമൂഹത്തിൽ അവന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഈ ഇടപെടലുകളൊന്നും ഇസ്ലാമികമായ ന്യായീകരണങ്ങളല്ല, ഇസ്ലാമികമായ ന്യായീകരണങ്ങളല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിക്കുമ്പോ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, സഹാബത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി വാർത്തെടുത്ത സമൂഹത്തിന് ആർദ്രതയായിരുന്നു അവരുടെ മനസ്സിൽ. കോപിക്കാൻ അവർക്ക് സാധിച്ചുവോ? ആദർശത്തിന്റെ പേരിലല്ലാതെ, അള്ളാഹുവിന്റെ പേരിലല്ലാതെ. നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സ്ഥലത്തിരിക്കുക. ഒരാള് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബാപ്പാനെ വിളിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞു. ഒന്നാമത്തെ തവണ പറഞ്ഞു, അയാൾ പിരിഞ്ഞു. കോപം അടങ്ങുന്നില്ല. അയാൾ വീണ്ടും വന്ന് പറഞ്ഞു. മൂന്നാമതും പറഞ്ഞു. നാലാമത് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് എണീറ്റു. അയാളൊന്ന് പൊട്ടിച്ചാ തിരക്കേടില്ല ആളുകൾക്ക്. നബി എന്താ ചെയ്തെന്നറിയോ? ഇനി അടിച്ചോ എന്നല്ല, റസൂൽ അവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. റസൂൽ എഴുന്നേറ്റ് പോയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വിഷമമുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയോട് ചോദിച്ചു, റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അങ്ങക്ക് ഇഷ്ടമായില്ല അല്ലേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, നീ 3 തവണ ക്ഷമിച്ചപ്പോ നിന്റെ കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടായിരുന്നു. നീ എപ്പോൾ കോപാകുലനായോ, നീ എപ്പോൾ എഴുന്നേറ്റോ, അപ്പോൾ റഹ്മത്തിന്റെ മലക്ക് അപ്രത്യക്ഷമാവുകയും ഇബ്ലീസ് പ്രത്യക്ഷമാവുകയും ചെയ്തു. അവിടെ റസൂൽ ഇരിക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ 2 ആൾ വഴക്ക് കൂടുമ്പോ റസൂൽ പറഞ്ഞു, എനിക്കൊരു വാചകറിയാം. അതവർ ഉച്ചരിച്ചിരുന്നുവെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നില്ല. എന്താ? സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ അത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 2 ആൾ തല്ലുകൂടുന്നെങ്കിൽ മനസ്സിലായിക്കോളി, പിശാചിന്റെ അവിടെ, പിശാചിന്റെ അവിടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചല്ലോ, എന്നെ ഉപദേശിക്കണം. ലാ തഅല്ലബ്, നീ കോപിക്കരുത് എന്ന് പറഞ്ഞു. ലാ തഅല്ലബ്, നീ കോപിക്കരുത് എന്ന് പറഞ്ഞു. അല്ലേ, എന്താ കോപം അഗ്നിയാണ്, തീ ജ്വാലയാണ്, അത് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ലേ, കോപം വരുമ്പോ എന്ത് വേണം? ഇരിക്കണം എന്നാ, നിൽക്കുന്നിടത്തുനിന്ന് കോപം കൂടും. അപ്പൊ കൈ വീശാനൊക്കെ തോന്നും. ഇരുന്നോ എന്ന് പറഞ്ഞു നബി. ഇരുന്നിട്ടും കോപം അടങ്ങുന്നില്ലേ? കിടന്നോ എന്ന് പറഞ്ഞു. കിടന്നിട്ടും കോപം അടങ്ങുന്നില്ലേ? നടന്നോ എന്ന് പറഞ്ഞു. റസൂൽ പറയും. ഇനി ഒളു എടുക്കാൻ പറഞ്ഞു. ഒളു എന്താ? പച്ചവെള്ളം. വെള്ളം കോപത്തെ അടക്കും, ശരീരത്തിന്റെ ചൂടിനെ താപത്തെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് റസൂൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? കോപം വന്നു, പിശാചാണ് എന്നിൽ ഇടപെടുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് പ്രതികാരം ചെയ്യുന്നിടത്ത് പറഞ്ഞു, പ്രതികാരം ചെയ്യണമെന്ന് നിനക്ക് തോന്നിയാൽ നീ മനസ്സിലാക്കണം അവിടെ പിശാചുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. കണ്ടോ? അപ്പൊ നീ അള്ളാഹുവിനോട് അഭയം തേടണം എന്ന് ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 36-ാമത്തെ വചനത്തിൽ പറഞ്ഞു. സഹോദരങ്ങളെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി നോക്കൂ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റസൂലുള്ളാഹിനെ പറ്റി പറയാ സൂറത്ത് തൗബയിലെ 128-ാമത്തെ വചന. എന്താ? നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നു. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരാളാ റസൂലേ, അല്ലേ? നോക്കൂ, ഒരു നേതാവിന്റെ ക്വാളിറ്റി പറയാണ് ഇവിടെ. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവുന്നത് സഹിക്കാനാവാത്ത ഒരാളാണ് നബി. നിങ്ങളോട് അങ്ങേയറ്റം അലിവുള്ള ആളാണ് റസൂലേ, അല്ലേ? നോക്കൂ, സഹാബത്ത് പറയാണ്, ശ്രദ്ധിക്കണം. സഹാബത്ത് പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്ന് ഓരോ സഹാബിക്കും തോന്നി. എന്നെയാണ് റസൂൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. ഇനി പറയൂ, നമ്മളതായിട്ടുണ്ടോ? നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കിടയിൽ സ്നേഹം ഉണ്ടായിട്ടുണ്ടോ? അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ദുഃഖത്തിലും പ്രയാസത്തിലും ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏതാനും സംഭവങ്ങൾ വേഗത്തിൽ ഓടിച്ചുപോയി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് ഹസ്തദാനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ് ഇതൊക്കെ. ഹസ്തദാനം ചെയ്തപ്പോ അയാളെ കൈ നിറയെ പരിക്കൻ അവസ്ഥ. നബി ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തേ അസുഖാണോ എന്ന് ചോദിച്ചു. ഇല്ല നബിയെ, മമ്മട്ടി പിടിച്ച കൈയാണ്, അധ്വാനിച്ച കൈയാണ്, മണ്ണിൽ പണിയെടുത്ത കൈയാണ് നബിയെ, തയമ്പാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കേണ്ട താമസം ആ രണ്ട് കൈകളും വാരിയെടുത്ത് നബി അതിനെ ചുംബിച്ചു. സഹോദരാ, നബി അതിനെ ചുംബിച്ചു. എന്നിട്ട് ആ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി റസൂൽ പറഞ്ഞു, അല്ലാഹു റസൂലും ഏറ്റവും ആദരിക്കുന്ന കൈകൾ. സമൂഹത്തിന്റെ ഏറ്റവും പുറമ്പോക്കിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ തൊഴിലാളിയെ നിൽക്കുന്ന സഹാബികളുടെ മുമ്പിൽ വാനോളം ഉയർത്തി കാണിച്ചു കൊടുത്തു റസൂല്. ആ റസൂലിന്റെ മനസ്സ് നമുക്കൊന്ന് പുഞ്ചിരിച്ച ഒന്നും നഷ്ടപ്പെടാനില്ല, ഒരസ്തദാനം ചെയ്ത ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരാളൊരാവശ്യവുമായി വന്നാൽ അവരുടെ ആ ആവശ്യത്തിലേക്ക് ഒരു വാക്കുകൊണ്ട് സഹായിക്കൽ നമുക്ക് നഷ്ടമില്ലാത്ത കാര്യം. എന്നിട്ടും നമ്മതായി തീർന്നിട്ടുണ്ടോ സഹോദര? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വാഴ്ത്തി, അല്ലേ? വേറൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു സ്ത്രീ വന്നു. ഒരു കൊലം മുന്തിരിയുമായിട്ടാണ് വരവ്. നബിയുടെ കൈകളിൽ കൊടുത്തുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, നബിയെ, ഞാൻ ഒരുപാട് കാലത്തെ എന്റെ മോഹം അങ്ങക്ക് എന്തെങ്കിലും ഒന്ന് തരണം. ഇത് എന്റെ മോഹത്തിന്റെ പൂർത്തീകരണമാണ്. ഞാനിതാ അങ്ങയുടെ കൈകളിൽ അങ്ങത് കഴിച്ചാലും. നബിയും സഹാബത്തും ഇരിക്കുന്ന സദസ്സിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയിൽ നിന്ന് മുന്തിരിക്കൊല വാങ്ങി ഒരു മുന്തിരി എടുത്ത് വായിലിട്ടു. വീണ്ടും ആ ഓരോ മുന്തിരിയും റസൂൽ കഴിച്ചുകൊണ്ടേയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചുകൊണ്ടിരുന്നു. ഒരൊറ്റ ഒന്നുപോലും, ഒരല്ലി പോലും സഹാബത്തിന് കൈമാറിയില്ല. നിറഞ്ഞ കണ്ണുകളോടെ സന്തോഷത്തോടെ ആ സ്ത്രീ മടങ്ങിപ്പോയി. സഹാബികൾ ചോദിച്ചു, റസൂലേ, ജീവിതത്തിൽ എന്തൊരു വസ്തു കിട്ടിയാലും ഞങ്ങൾക്ക് കൂടി പങ്കുവെക്കുന്ന അങ്ങ് എന്തുകൊണ്ട് നബിയെ ഇത് ഈ വിധത്തിൽ അങ്ങ് മാത്രമായി? നബി പറഞ്ഞു, സഹാബത്തെ, എന്തൊരാഗ്രഹവും പ്രതീക്ഷയും
രഹസ്യവുമായിട്ടാണ് ആ സ്ത്രീ എനിക്കിത് തന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവൾ തന്ന മുന്തിരി ശക്തമായ പുളിയുള്ളതായിരുന്നു. ഞാനത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ പറയും, എടി പെണ്ണെ, നീ റസൂലിനെ ഇങ്ങനെയുള്ള ഒരു പുളിയുള്ള മുന്തിരിയാണോ കൊടുത്തത് എന്ന് നിങ്ങൾ പറയും. അങ്ങനെ അവളുടെ മനസ്സിന് വേദനയാകും. നോക്കൂ സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് പച്ചയായ ഒട്ടകത്തെയും പശുവിനെയും അതുപോലെ മാടുകളെയും മാംസം വീതെടുത്തിരുന്ന ജനതയോട് നബി പറഞ്ഞു, ഇത് പാപമാണ്, ചെയ്യല്ലേ, ഇത് കരുണയ്ക്ക് വിരുദ്ധമാണ് എന്ന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും നബിയും പോകുന്ന ഒരു യാത്രയിൽ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ആയിഷ ബീവി ആ ഒട്ടകത്തിന്റെ കയർ അല്പം ശക്തമായി വലിച്ചപ്പോ റസൂൽ പറഞ്ഞു, ആയിഷ, ആ മിണ്ടാപ്രാണിയോട് കരുണ കാണിക്കണേ, ആയിഷ, ആ മിണ്ടാപ്രാണിയോട് കരുണ കാണിക്കണേ. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ. ലേ, റോഡരികിൽ കിടന്നുറങ്ങുന്ന ആദമിന്റെ മക്കളെ കാണുമ്പോ യുഎഇയിൽ വന്നിട്ട് ജോലി കിട്ടാതെ ഓരോരുത്തരുടെ റൂമിലും അലയുന്ന തന്റെ സഹോദരനെ കാണുമ്പോ, സഹോദരാ, നീ എന്റെ സഹോദരനാണല്ലോ, നീ ആദമിന്റെ മകനാണല്ലോ, നമ്മൾ മുഅ്മിനുകളാണല്ലോ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിനക്ക് എന്റെ ബെഡിൽ കിടക്കാം, നിനക്ക് എന്നോടൊപ്പം കിടക്കാം, ഞാൻ നിനക്ക് ഭക്ഷണം തന്നുകൊള്ളാം, എനിക്ക് പ്രയാസമില്ല എന്ന് പറയാൻ സഹോദര, ഒരു വിശ്വാസിയുടെ ജീവിതം ആർദ്രമാകുന്നില്ലെങ്കിൽ, ഒരു വിശ്വാസിയുടെ മനസ്സരിയുന്നില്ലെങ്കിൽ, കരിമ്പാറ പോലെ കടുത്തുപോയ ഹൃദയവുമായിട്ടാണ് കാലത്തിന്റെ ദൈർഘ്യം അവരുടെ ഹൃദയത്തെ കടുപ്പിച്ചു കളഞ്ഞു. അല്ലേ? എന്നിട്ട് നമ്മളിൽ പലരും തെമ്മാടികളായി തീർന്നു. അല്ലേ? നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.